നേരം അങ്ങോട്ട് വെളുത്തില്ല, അതിന് മുന്നേ ഈ പാഴ്സലൊക്കെ വന്ന്. അമ്മ പൈസ ഇല്ലെന്നാണല്ലോ പറയുന്നേ, ദാണ്ട പാഴ്സൽ വന്ന്. രാവിലെ റേഷൻ വിഹിതമായിട്ട് ഡ്രോൺ വന്നതാണല്ലോ, ഇപ്പൊ ഇത് ഏത്? ആ അപ്പൂപ്പന്റെയാ. റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, പിന്നെന്തിനാ ഇങ്ങേർക്ക് ഇതൊക്കെ? എന്തോ സാധനം? ആ പിന്നെ കുറെ നാളായിട്ട് ഈ സാധനം വരുന്നുണ്ട്. ഇത് എന്തുവാന്ന് ഇന്ന് എനിക്കറിയണം. അയ്യേ, ഇത് വെറും പീറ ഫോണാ. എന്തോടാ? വെറൈറ്റി ഫോണ്. കൊണ്ടുവാടാ. ആ കൊണ്ടുവരുക. ഞാനിതൊന്നും തുറന്നൊന്നുമില്ല കേട്ടോ. അതാണ്ട് ഇന്ന് അപ്പൂപ്പന്റെ പാഴ്സൽ ഇവിടെ വച്ചിട്ടുണ്ടേ. അപ്പൊ ഇതിന് മുന്നേ വന്ന പാഴ്സലൊക്കെ ഈ അലമാരിക്ക് എത്തിക്കണം. ഇത്രയും ഫോൺസോ? അപ്പൂപ്പ അത് ചെറിയൊരു അബദ്ധം പറ്റിയതാ. അല്ല അപ്പൂപ്പൻ എത്രയും ഫോൺസ് എവിടുന്നാ? നീ എന്തിനാ ഷെൽഫ് തുറന്നേ? ഞാൻ കുറെ നാളെ എന്റെ ഡാഡിയോട് ഒരു ഫോൺ മേടിച്ച് തരുമോന്ന് ചോദിക്കുന്നു. AI വന്നതിന് ശേഷം ഡാഡിയുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഫോൺ പോലും മേടിച്ചു തന്നിട്ടില്ല. നിനക്കപ്പോ ഇപ്പൊ ഒരു ഫോൺ വേണമല്ലേ? അപ്പൂപ്പൻ നിനക്കത് വാങ്ങിച്ചു തരാം. അപ്പൂപ്പന് ഇപ്പോഴത്തെ പുതിയ മോഡൽ ഫോണുകളൊന്നും അറിയത്തില്ലായിരിക്കും ഇല്ലയോ? എന്നാലേ ബാ നോണ്ട, അതാ 10G മൊബൈൽ നൂറിനാട്, അതിലോട്ട് കയറാം. അവിടെ ആവുമ്പോഴേ എല്ലാ ടൈപ്പ് ഫോണുണ്ട്. ബാ. എടാ, ഞാൻ രാവിലെ നിന്നെ എന്തിനാടാ ഇവിടെ നിർത്തിയേക്കുന്നേ? ആൾക്കാര് വരുമ്പോൾ കൈകൂപ്പി സ്വീകരിക്കാൻ. എടാ, നീ ഇന്ന് ബാറ്ററി കയറ്റിയായിരുന്നോ? ഇതെന്താ പഴുത്ത ബാറ്ററി അടിച്ചെന്റെ തൊട്ട് ഒരുമാതിരി. എടാ, ഇറങ്ങി പടാ എനിക്ക്. ഇവനെയൊക്കെ മാറ്റിയിട്ട് വല്ല ബംഗാളി റോബോട്ടിനെ കയറ്റേണ്ട സമയം കഴിഞ്ഞു. പണിയെടുക്കത്തുമില്ല, ചുമ്മാ മടിയും പിടിച്ചിരുന്നോളുവാ. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, റീചാർജ് ചെയ്യാൻ സമയമായി. എന്നാ അതെങ്കിലും പോയി സമയത്ത് കേറ്റ്. ചുമ്മാ ഇത് ഓരോ കമ്പനിക്കാർ വല്ലവർക്കെ റോബോട്ടാണ് അടിച്ചടിച്ച് പോകുന്നു സാധനം ഇടയ്ക്ക്. ചേട്ടാ, 2050 ഏറ്റവും മികച്ചൊരു ഫോണ്. പാതി കടിച്ച ഓറഞ്ച് മതിയോ? 2010 കോമഡി അല്ലേ ചോദിച്ചേ? 2050 മികച്ച ഫോണാ ചോദിച്ചത്. ഒരുപാട് കമ്പനീസിന്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. താങ്കൾക്ക് ഏത് ഫോണാണ് വേണ്ടത്? മോനോടെ സാംസങ് ഉണ്ടോ? സാറേ, ഇത് കണ്ട നമ്മുടെ സാംസങ്ങിന്റെ S99 അൾട്ര 99 ക്യാമറയുണ്ട്. വേണ്ട പൂപ്പ, 99 ക്യാമറ ഉണ്ടെന്ന്. ഈ ക്യാമറ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അയ്യോ, ഇത് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഫോണാ. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരാ ഇത് ഏറ്റവും കൂടുതൽ മേടിച്ചോണ്ട് വന്ന്. 10 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിൽ എന്തോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഫോൺ ഉപയോഗിച്ചാണ് നോക്കുന്നത്. അല്ല മോനെ, ഇത് വേറെ ആരും വാങ്ങാൻ. എക്സ്ക്യൂസ് മീ, S99 അൾട്ര ഒന്ന് പ്രിന്റ് ചെയ്തായിരുന്നു. അയ്യോ സാർ, തണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി. സാറിന്റെ സകല സാധനം അവിടെ ഇരിപ്പുണ്ട്. ചെല്ല് അങ്ങോട്ടോ. അയ്യോ സാറേ, അത് ISROയുടെ ചെയർമാനാ. പുതിയതായിട്ട് ബഹിരാകാശ പരിവേഷണം നടത്തുന്നത് ഈ സാംസങ് വെച്ചാ സാറേ. ഇതിന് 20,000 സൂമിംഗ് ഉണ്ട്. ഈ ഇടയ്ക്ക് 2 ഗ്രഹങ്ങളും ഇത് വെച്ച് കണ്ടുപിടിച്ചവര്, സുണ്ടേ മുണ്ടും. പിന്നല്ലെങ്കിൽ സാംസങ്ങിന്റെ മിനി ഫോൾഡ് ഉണ്ട്, 50ആയിട്ട് മടക്കാൻ പറ്റുന്നത്. ഇതേണ്ട സാറേ, ഇതാണ് ഐറ്റം. നോക്കണ്ടോ, ഡിസ്പ്ലേ ഉണ്ടോ? വളരെ OLED ഡിസ്പ്ലേ ആണ്. ഇത് സ്ലിം മോഡൽ ആയതുകൊണ്ട് പേപ്പറിനെക്കാട്ടി കട്ടി കുറവാണ്. ഇത് ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇത് കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യമേ ആപ്പിളിനോടാ. iPhone 41 ഉണ്ട്, എടുക്കട്ടെ? ഇതാണ് ഐറ്റം. അല്ല, ഇത് പഴയ മറ്റേ പണ്ടം കണ്ടിറങ്ങിയ മറ്റേ 13 എന്ന് പറയുന്ന സീരീസ് എന്താണല്ലേ? 13 അല്ല, മുദ്ര ശ്രദ്ധിക്കണം. അവരുടെ ക്യാമറ നേരത്തെ ഇവിടെ ആയിരുന്നു, ആ ക്യാമറ ഇപ്പൊ താഴെ ആക്കിയിട്ടുണ്ട്. ലോഗോ ശ്രദ്ധിക്ക്, ആ ലോഗോ എടുത്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ഇതിനെ വേറെ എന്തെങ്കിലും പ്രത്യേക ഫീച്ചേഴ്സ് വല്ലതും ഉണ്ടോ? പിന്നെ സാറേ, ഇതിന് നോക്കിയുടെ ചാർജിംഗ് പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കാം. ഇത് ഒറ്റ സെക്കൻഡ് കൊണ്ട് കയറുന്ന ഫാസ്റ്റ് ചാർജർ, 10,000 mAh ബാറ്ററി, 2000 mAh മെഗാ പിക്സൽ ക്യാമറ. ഇതൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ സാറേ, ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിന് ബാറ്ററി ഇല്ല, ഡിസ്പ്ലേ ഇല്ല. അല്ല, ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ ബോക്സിനകത്ത് എന്തോ വരുന്നേ? അത് ബോക്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റിക്കർ കിട്ടും. അത് നിങ്ങളുടെ ഏതെങ്കിലും ഫോൺ ബാക്കി ഒട്ടിക്കാം. അല്ല, ഇപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനാ? വെറും 9,999 രൂപ മാത്രം. 1 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്.
എടാ മോനെ, ഇവൻ എപ്പോഴും സെൽഫി ഒക്കെ എടുക്കുന്നവനാ. അപ്പൊ അവന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോണുണ്ടോ? അയ്യോ, ക്യാമറയ്ക്ക് പറ്റിയ ഫോണില്ലേ? വേണ്ട, ഇത് മതിയോ? നോക്ക്. എടാ മോനെ, ഇത് മിറർലെസ് ക്യാമറ അല്ലേ? നമുക്ക് വേണ്ടത് ഫോണാ. അയ്യോ, ഇത് വിവോയുടെ എക്സ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അവർ ക്യാമറ കോൺസെൻട്രേഷൻ ചെയ്തേ ഇപ്പൊ ക്യാമറ മാത്രമായി ഇറക്കുന്നത്. അല്ല, ഇതിന് ഫോട്ടോ എടുക്കുന്ന ഒരു ഫീച്ചേഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കണം. ഇത് വെച്ച് നമുക്ക് കോൾ വിളിക്കാൻ പറ്റുമായിരുന്നു. ഇതിന്റെ മുന്നിലത്തെ മോഡലിന് ഇതില്ലായിരുന്നു. ഇപ്പം ആഡ് ചെയ്തതാ. എന്നാലേ നമുക്ക് OnePlus നോക്കാം. OnePlus. അയ്യോ, OnePlusന്റെ ഒരു കളർ ഓപ്ഷനെ നമ്മുടെ അവൈലബിൾ ഉള്ളൂ. അതേത് കളറ്? വേണ്ട, ഗ്രീൻ കളർ. ഡിസ്പ്ലേയും ബോഡി മൊത്തം ഗ്രീനാ. ലൈൻ വീണാലും അറിയത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അയ്യോ, എന്നാ ഇത് വേണ്ട കേട്ടോ. ഷവോമി ഉണ്ടോ? ഷവോമി അതൊന്നും എടുക്കാവോ? ഷവോമിയുടെ ഫോണുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ? അത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന കമ്പനി ഏറ്റെടുത്തോണ്ട് സാധനം ഇപ്പൊ കിട്ടാറില്ല. അതാ. അയ്യോ, എന്നാ പോക്കോ ആണെങ്കിലും മതി. എന്നാ മിണ്ടായിരിക്കും. ഇപ്പൊ അണുവം ഉണ്ടാക്കുന്ന ഈ പോക്കോൺ ഫോൺ വെച്ചാ, അതുകൊണ്ട് മിണ്ടല്ലേ. കൈ വെക്കുന്നതിന് കുറ്റകാരോ? ചേട്ടാ, നോക്കിയുടെ ഫോണുണ്ടോ? അല്ല, നീ ഇതുവരെ കോമയിലായിരുന്നോ? ആടാ, കോമയിലായിരുന്നടാ. ഓമേ, നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കി. വിലയാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ. ഏർപ്പാടിന്റെ 25 വർഷം. എന്റെ അപ്പൂപ്പന് നോക്കിയാടാ ഫോൺ വേണമെന്ന് പറഞ്ഞ് മേടിക്കാൻ വന്നതാ. ഇനി ഞാനിപ്പോ എന്തോ ചെയ്യും? ഞാൻ എവിടെ പോയുണ്ടാക്കും? അവസാനത്തെ ആഗ്രഹമായിരുന്നു. പോടണ മക്കളെ. അല്ല, നമ്മുടെ കേരളക്കാരെ ഫോൺ ഇറക്കി എന്ന് പറയുന്നിട്ട് ഉള്ളതാണോ? പിന്നെ ഉണ്ടല്ലോ തേങ്ങാ ഫോണ്. 20,000 കോടി രൂപയല്ലേ മുടക്കിയത്. മുടക്കിയിട്ട് മുടങ്ങി 10,000 രൂപ ലാഭം കിട്ടിയത്. മൊത്തത്തിൽ പോയി കിട്ടി. എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നത്തിങ് ഫോൺ ബുക്ക് ചെയ്തോ. എന്നാ പിന്നെ പയ്യന്റെ ഇഷ്ടത്തിനെന്ന് വെച്ചാൽ അങ്ങോട്ട് മതി, അത് മതി. ഇതാ സാറ് പറഞ്ഞ ഫോണ്. പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തുറന്നു നോക്കട്ടെ. വൈ നോട്ട് സാർ, തുറന്നു നോക്കിയോളൂ. ഇതിനകത്തിലങ്ങ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഏത് ഫോണായിരുന്നു എന്നോട് ചോദിച്ചത്? നത്തിങ്. അതിലെന്താണുള്ളത്? നത്തിങ്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തന്നില്ലേ സാർ? അപ്പൊ താങ്ക് യു സാർ. ഈ 2050 ചളിക്ക് തീരെ നിലവാരമില്ല കേട്ടോ. ശരിയാ.